ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഇപ്പോൾ വരുന്ന മത്തിയിലെല്ലാം മുട്ടയുള്ളത് കൊണ്ട് തന്നെ ആ മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം വൃത്തിയാക്കിയെടുത്ത് ഈ മത്തിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നേരത്തെ എടുത്തു വെച്ച മീൻ മുട്ടയിലേക്ക് കുറച്ചുപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഇവ രണ്ടാളും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പണിയുണ്ട്. അതായത് 2 തക്കാളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പകുതി ഉള്ളി എന്നിവ നന്നായി മുറിച്ചിട്ട് വയ്ക്കുക. ആ സമയം തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടി കുതിരാനായി വെക്കുക. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഉള്ളിയെല്ലാം കൈകൊണ്ട് നന്നായി ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. പിന്നെ 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നേരത്തെ കുതിരാനായി വെച്ച പുളിവെള്ളം അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ മത്തിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ മത്തി ഒന്ന് വേവിച്ചെടുക്കലാണ്. മത്തി ഒന്ന് വെന്ത് പാകമായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മളൊരു വെളുത്തുള്ളി മുഴുവനായും വൃത്തിയാക്കി വെക്കണം. ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ മത്തിക്കുട്ടൻ ഇവിടെ തിളച്ച് നല്ല പാകമായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതൊരു തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയിട്ട് ഉടൻ തന്നെ അടച്ചു വെച്ച് കറി അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ മുളകിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലായിരിക്കൂലേ മത്തിക്കറിയെല്ലാം വെക്കുക. നമ്മുടെ വീട്ടിൽ വെക്കുന്ന രീതിയൊന്നും ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ. ഉറപ്പായും ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീൻ മുട്ട ഫ്രൈ ചെയ്യുകയാണ് വേണ്ടത്. ഇതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു മുഴുവൻ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങയും മാത്രമാണ്. ഉള്ളി ചെറിയ രീതിയിൽ വേണം അരിഞ്ഞിടാൻ. എന്നിട്ട് ഫ്രൈ ചെയ്ത മീൻമുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത മീൻമുട്ടയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ മീൻമുട്ട വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കുറച്ച് മീൻമുട്ട വെച്ചിട്ട് കുറച്ചധികം മീൻമുട്ട വറവാക്കി എടുക്കുന്ന ഒരു ട്രിക്കാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ആക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.